നമുക്കൊപ്പം ലോറി ഉടമ മനാഫ് ചേരുന്നു. മനാഫ്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അർജുനെ തിരയുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു മനാഫിന്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ ഓർമ്മയുണ്ടാകും. മനാഫ്, ഇപ്പോൾ 6-ാം ദിവസം, ഞാൻ പറയുകയായിരുന്നു 122 മണിക്കൂറായി ആ മലയിടിഞ്ഞു വീണിട്ട്. നമ്മുടെ അർജുൻ ആ മണ്ണിനടിയിലുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. അതേസമയം ഈ തെരച്ചിലിൽ ലോറിയുടെ ഭാഗങ്ങൾ കിട്ടിയോ, അല്ലെങ്കിൽ ലോറി കാണാൻ കഴിഞ്ഞോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ചും തടിയുള്ള ലോറിയാണ്, ടിമ്പർ ലോറിയാണ്. അതുകൊണ്ട് തന്നെ ലോറിയുടെ ഏതെങ്കിലും ഒരു ഭാഗം ആ മണ്ണിനടിയിൽ കണ്ടു കഴിഞ്ഞാൽ ബാക്കി ഭാഗത്തെ മണ്ണ് പെട്ടെന്ന് നീക്കം ചെയ്യാൻ കഴിയും. പക്ഷേ അങ്ങനെയുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ല. അവിടെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, മണ്ണ് വീണ്ടും ഇടിയാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നു. 122 മണിക്കൂറായി അർജുനെ കാണാതായിട്ട്. ലോറി ഉടമ മനാഫ് നമുക്കൊപ്പം ഉണ്ട്. മനാഫ്, ഇപ്പോൾ ആ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളെ മാറ്റിയത് കൊണ്ട് നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നില്ല. മനാഫ്, അവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? തെരച്ചിൽ കൃത്യമായി നടക്കുന്നുണ്ടോ? ഉണ്ട്, സ്പോട്ട് തന്നെ ഉണ്ട്. മണ്ണുകൾ വന്ന് പോകുന്നുണ്ട്. ഒരു 4-5 ക്രെയിൻ ഉണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. 4-5 ക്രെയിനാണ് ഉള്ളത് പണിയെടുക്കണത്. എന്നത്തെ പോലെ തന്നെ ഒരേ മാതിരി തന്നെ പോണത്. പിന്നെ ഇന്ന് കുറച്ച് ജാഗ്രത ഉണ്ട്. കാരണം CM വരുന്നുണ്ട്, ഇവിടുത്തെ കർണാടക ചീഫ് മിനിസ്റ്റർ വരുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു ഒരുക്കത്തിലാണ് അവര്. ഇന്ന് രാവിലെ എപ്പോഴാണ് തെരച്ചിൽ തുടങ്ങിയത് മനാഫ്? തെരച്ചിൽ ഏർലി മോർണിംഗ് തന്നെ തുടങ്ങിക്കണ്. ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാല് മലയാളികളെ ഇപ്പൊ ഒരു സംഘം 6 ആളോളം റെസ്ക്യൂ ചെയ്യുന്ന ടീം ഇവിടെ എത്തിക്കണ്. ഞാൻ അവരെ കൊണ്ടുവന്ന് ഇവിടെ വിട്ടുകൊടുത്തിക്കണ് സ്പോട്ടില്. ഇപ്പോൾ മഞ്ചേശ്വരം MLA യുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ മഞ്ചേശ്വരം MLA പറഞ്ഞത് അദ്ദേഹം അർജുനെ കിട്ടുന്നത് വരെ, അർജുനെ ജീവനോടെ തന്നെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുനെ കിട്ടുന്നത് വരെ അദ്ദേഹം അവിടെ തുടരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് അംഗീകരിച്ചിട്ടുണ്ട്. എന്തായാലും അർജുനെ കണ്ടെത്തിയ ശേഷമേ മടങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതെ, നാട്ടിൽ നിന്ന് ഞാൻ അറിഞ്ഞു MLA വന്നിക്കണ് ഇവിടെ എന്നുള്ളത്. അതുമാതിരി കോഴിക്കോട് MP വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ചേർന്ന് നമ്മുടെ വീട്ടിലെ ഒരാളാണ് കാണാതായത് എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകണം. അതെ, ഇത് സ്റ്റാർട്ടിങ്ങിലേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഒന്നും കൂടി ഉഷാറാകുമായിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ ആവശ്യപ്പെട്ട കാര്യമാണ് ഇത് മിലിറ്ററി വരണം എന്നുള്ളത്. ഈ ദുരന്തം എന്ന് പറയുന്നത് ആ മിലിറ്ററി ഒക്കെ വരേണ്ട ടൈപ്പ് അത്രയും വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഇതുവരെ മൂടി വെക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ കേരളത്തിലെ മീഡിയാസും ജനങ്ങളും അതിന് സമ്മതിച്ചില്ല. മനാഫ്, ഈ ഒരു അപകടത്തെ, അതായത് മണ്ണിടിഞ്ഞ് വീണതല്ലേ ഉള്ളൂ, റോഡിലെ മണ്ണ് മാറ്റാം, ഈ മണ്ണിനടിയിൽ മനുഷ്യജീവൻ ഉണ്ട് എന്ന രീതിയിലൊരു തെരച്ചിലേക്ക് പോകാത്തതാണ് ആദ്യഘട്ടത്തിൽ സംഭവിച്ചത്. അതന്നെ, ഇവർക്കിപ്പോഴും ഇവരെല്ലാരും പോലീസുകാർ ഇവിടെ സൈഡായിട്ട് ഇരുന്ന് ആലോചിക്കുന്നുണ്ട്, എന്താ ഡ്രൈവർമാർക്ക് വേണ്ടി ഇത്ര തെരച്ചിലോ. ഇപ്പോൾ നമ്മുടെ സതീഷ് സെയിൽ MLA അവിടെ തുടരുന്നുണ്ടല്ലോ അല്ലെ? അദ്ദേഹത്തിലാണ് ഒരു പ്രതീക്ഷ. അദ്ദേഹം ആദ്യം മുതൽ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ അങ്ങ് അതേ ഒരു എന്താ പറയുക, ആ ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ആള്. ഉഷാറാ. സൈന്യം എപ്പോഴായിരിക്കും എത്തുക മനാഫ്? കൃത്യസമയം നമുക്കും കിട്ടുന്നില്ല. ഉച്ചയോടെ എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. കൽക്കാമെന്ന് പുറപ്പെടണം. സൈന്യം വരികയാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചോളാൻ വേണ്ടി പറഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കും. സൈന്യം ഇന്ത്യയുടെ സൈന്യമല്ലേ? അവർക്ക് അവരുടെ യൂണിഫോം ആണ് അവരുടെ സർട്ടിഫിക്കറ്റ്. മനാഫ്, ഞാൻ ഒരു ആക്ഷേപാസ്യം പറഞ്ഞതാ. അതെ, ഞമ്മക്ക് ഇന്നലെ റെസ്ക്യൂ ടീം വന്നപ്പോ സർട്ടിഫിക്കറ്റ് ആണല്ലോ ചോദിച്ചത്.